ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സുപ്രധാനമായ യോഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു യോഗം നടന്നിരുന്നു. എല്ലാ ക്ലബ്ബുകൾക്ക് മുന്നിലും ഒരു പുതിയ പ്ലാൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. 20 വർഷത്തേക്കുള്ള ഒരു ലോങ് ടേം പ്രൊജക്റ്റാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഏതായാലും ഫെബ്രുവരി 5-ാം തീയതി ISL തുടങ്ങാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എല്ലാ പ്രതിനിധികളും ഉള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഗോവൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റാണ് കെയ്റ്റാനോ ഫെർണാണ്ടസ്. നേരത്തെ ഫെഡറേഷൻ നിയോഗിച്ച 3-അംഗ കമ്മിറ്റി ഉണ്ടല്ലോ, അതിൽ ഇടം കണ്ടെത്തിയിട്ടുള്ള അതിലെ ഒരു അംഗമാണ് കെയ്റ്റാനോ ഫെർണാണ്ടസ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നത്തെ മീറ്റിംഗ് പോസിറ്റീവ് ആയിക്കൊണ്ടാണ് നടന്നിട്ടുള്ളത്. 14 ക്ലബ്ബുകളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ക്ലബ്ബുകൾക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രപ്പോസലുകൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 5-ാം തീയതി ലീഗ് തുടങ്ങാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് ഗോവ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായ കെയ്റ്റാനോ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫെഡറേഷൻ നിയോഗിച്ച ആ ഒരു കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അദ്ദേഹം പറയുന്നത് ISL വരുന്ന ഫെബ്രുവരി 5-ാം തീയതി തുടങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അതിനൊരു ക്ലബ്ബുകളുടെ ഒരു അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട്, യെസ് കൂടി ലഭിക്കേണ്ടതുണ്ട്. ഇനി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മറ്റൊരു ഒഫീഷ്യൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഫെബ്രുവരി 5-ാം തീയതി ISL ആരംഭിച്ചാൽ 190 മത്സരങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ വിഷയം AFCക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഈ പ്രതിസന്ധി പരിഗണിച്ചുകൊണ്ട് AFC സ്പോട്ട് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. അതായത് AFC ചാമ്പ്യൻസ് ലീഗ് 2-ലേക്കുള്ള ആ ഒരു സ്പോട്ട് ഇന്ത്യക്ക് നഷ്ടമാവുകയാണ്. അത് തിരിച്ചു നൽകണമെന്ന്, ഈ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തിരിച്ചു നൽകണമെന്ന് AFCയോട് തങ്ങൾ അഭ്യർത്ഥിക്കും എന്നാണ് ഫെഡറേഷന്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് M സത്യനാരായണൻ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വരുന്ന 28-ാം തീയതിയും 29-ാം തീയതിയും ഞങ്ങൾ ഓരോ മീറ്റിങ്ങുകൾ കൂടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 29-ാം തീയതി നടക്കുന്ന മീറ്റിംഗ് അതൊരു ഫിസിക്കൽ മീറ്റിംഗ് ആയിരിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടി വരുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഞങ്ങൾക്ക് ലഭിച്ചേക്കും. അധികം വൈകാതെ തന്നെ ഫുട്ബോൾ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം പോസിറ്റീവായ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാം നല്ല രൂപത്തിൽ നടന്നാൽ നമുക്ക് ഫെബ്രുവരി 5-ാം തീയതി ISL ആരംഭിക്കുന്നത് കാണാൻ സാധിച്ചേക്കും. പക്ഷേ ഡിസംബർ 29-ാം തീയതിയാണ് ഏറ്റവും നിർണായകമായ ഒരു യോഗം നടക്കുന്നത്. അന്നാണ് ISL ക്ലബ്ബുകൾ തങ്ങളുടെ ഒരു അന്തിമ തീരുമാനം അറിയിക്കുക. ഈ ഒരു ഫോർമാറ്റ് അഥവാ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഫെബ്രുവരി 5-ാം തീയതി തന്നെ ISL ആരംഭിച്ചേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.